ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് നാം ധ്യാനിക്കുന്നത് 9-ാം സങ്കീർത്തനത്തിൻ്റെ ചില വാക്യങ്ങളാണ്. അതിൻ്റെ തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയുള്ള ന്യായവിധികൾ. അതായത് ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും ദൈവത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കി അവൻ്റെ ന്യായവിധികളെ നന്ദിയോടെ ഓർക്കുന്നതാണ്. പിന്നെ പ്രാവചനികമായിട്ടുമുള്ള കാര്യങ്ങളാണ് ഇവിടെ നാം വായിക്കുന്നത്. അപ്പോൾ ഇവിടെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു, നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നു. നീതിയും ന്യായവും അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനങ്ങളാണെന്ന് നാം നേരത്തെ തന്നെ പല സങ്കീർത്തനങ്ങളിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ദാവീദ് പറയുന്നത് ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. ദൈവത്തെ അന്വേഷിക്കുന്നവരെ അവൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് പീഡിതന്മാർക്ക് എപ്പോഴും അഭയസ്ഥാനമാണ് കർത്താവ്. അതുപോലെ തന്നെ കഷ്ടകാലത്ത് അവരുടെ കഷ്ടത്തിൽ നിന്നും ദൈവം അവരെ വിടുവിക്കുന്നു എന്നും ദാവീദ് പറയുകയാണ്. എളിയവരുടെ നിലവിളിയെ അവൻ മറക്കുന്നില്ല. അതുപോലെ തന്നെ മരണവാതിലുകളിൽ നിന്നും നമ്മെ ഉദ്ധരിക്കുന്നവനാണ് കർത്താവ് എന്നും പറയുന്നു. പിന്നീട് പറയുന്നത്, ജാതികൾ തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണുപോയി, അവരൊളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നത്, യഹോവ തന്നെത്താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു, ദുഷ്ടൻ സ്വന്തം കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത് 2 തരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. ഒന്ന്, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവർ. 2-ാമത്തെ കൂട്ടർ ദൈവത്തിൽ ആശ്രയം വയ്ക്കാതെ തങ്ങളുടെ തന്നെ നീതി പ്രവൃത്തികളിലും തങ്ങളുടെ തന്നെ ദൈവിക സങ്കല്പങ്ങളിലും അകപ്പെട്ട്, അതായത് ദൈവമല്ലാത്തതിനെ ആരാധിക്കുന്ന ആ ഒരു രീതി, ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. ഇതാണ് അവർ തന്നെത്താനെ അവർക്കൊരു കുഴി ഉണ്ടാക്കിയേക്കുക. കാരണം ആ കുഴിയിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ സാധ്യമല്ല. എന്നാൽ ഇവിടെ ദൈവം നന്മകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവർ കേട്ടിട്ടും അതവർ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും അവിടെ പറയുന്നത്, ദുഷ്ടൻ സ്വന്തം കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു. അപ്പോൾ ചില പ്രവൃത്തികളൊക്കെ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താം, അങ്ങനെ രക്ഷപ്പെടാം എന്നൊക്കെയാണ് അവരുടെ കണക്കുകൂട്ടലുകളും അവരുടെ തീരുമാനങ്ങളും. എന്നാൽ സത്യമായത് അറിഞ്ഞിട്ടും അവർ സത്യത്തെ കൈക്കൊള്ളുന്നില്ല. സത്യമായത് എന്താണ്? കർത്താവാണ് സത്യമായിട്ടുള്ളത്, സത്യദൈവത്തെ അറിയാനായിട്ട് അവർ താല്പര്യം കാണിക്കുന്നില്ല. അവരവരുടെ സ്വന്തം ബുദ്ധിയെ, അവർക്ക് പറയുന്നത് ദൈവത്തെ കാണാനൊക്കുന്നില്ല, എവിടെയാണ് ദൈവം, അല്ലെ ഈ ദൈവം എന്താ അങ്ങനെ പ്രവർത്തിച്ചത്, ദൈവം ബലഹീനനല്ലേ, അതുകൊണ്ടല്ലേ കാൽവറിയിൽ യാഗമാകുമെന്ന് നിങ്ങൾ പറയുന്നത്, അതങ്ങനെ ഒരു വല്ലാത്ത ഒരു മരണമായിരുന്നില്ലേ, അപ്പം ദൈവമായിരുന്നെങ്കിൽ ആ ക്രൂശിൽ നിന്നും രക്ഷപ്പെടാമായിരുന്നില്ലേ? ഇങ്ങനെയൊക്കെയുള്ള പരിഹാസ വാക്കുകൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട്. എന്നാൽ ദാവീദ് പ്രാവചനികമായി ഈ പറയുന്നത് തന്നെയാണ് വാസ്തവമെന്ന് നമ്മൾ പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിലുമൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ റോമാലേഖനം 8-ാം അധ്യായം 1 എന്താ പറയുന്നത്? ഇപ്പോൾ ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ഒരു ന്യായവിധിയുമില്ല, അവർക്കൊരു ശിക്ഷാവിധിയുമില്ല. കാരണം കർത്താവ് നമ്മുടെ ശിക്ഷ ഏറ്റെടുത്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുക, അപ്പോൾ നിങ്ങൾ കൃപയാലേ രക്ഷിക്കപ്പെടും. അതാണ് ക്രിസ്തീയ കാഴ്ചപ്പാടെന്ന് പറയുന്നതും ക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് തരുന്ന ഉറപ്പും അതാണ്. ഇതാണ് നാം വിശ്വസിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ന്യായവിധി നടത്തുന്നവൻ കർത്താവാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. പക്ഷേ ന്യായവിധി എന്താണ്?
ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ന്യായവിധിയുമില്ല എന്ന് പറയുമ്പോൾ തന്നെ 2 കൊരിന്ത്യർ 5:10 ഇപ്രകാരം വായിക്കുന്നു: അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരിക്കലും നമ്മൾ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശിക്ഷാവിധിയില്ല. പക്ഷേ നാം രക്ഷിക്കപ്പെടുമ്പോൾ നാം സൽപ്രവർത്തികൾക്കായിട്ട് പുതുതായിട്ട് സൃഷ്ടിക്കപ്പെടുന്നവരാണ് എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. അപ്പോൾ പിന്നീട് നാം ചെയ്യുന്ന സൽപ്രവർത്തികൾക്ക് ദൈവം പ്രതിഫലം തരും. ആ പ്രതിഫലത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം നാം പ്രതിഫലം പ്രാപിക്കും. അപ്പോൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് പ്രതിഫലമുണ്ട്. രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താലേ, കൃപയാലേ നാം രക്ഷിക്കപ്പെടുന്നു. എന്നാൽ നമ്മുടെ നന്മപ്രവൃത്തികൾക്ക് ദൈവം പ്രതിഫലം വെച്ചിട്ടുണ്ട്. അതാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഈ ന്യായാസനമെന്ന് പറയുന്നത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എന്നാൽ വേറെ ഒരു ന്യായാസനമുണ്ട്, അതായത് വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റ്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ക്രിസ്തുവിൻ്റെ ന്യായാസനം ഇത് നമുക്കുള്ളതാണ്, വിശ്വാസിക്കുള്ളതാണ്. പാപത്തെ വെറുത്ത് ദൈവത്തെ സ്നേഹിപ്പാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ പ്രതിഫലം പ്രാപിപ്പാൻ നമ്മെ തന്നെ ഒരുക്കുക. ദൈവത്തിന് സ്തുതി, സ്തോത്രം.